Hi dears, welcome back to EduFix Academy. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BSc ആന്ത്രോപോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു ഹോണേഴ്സ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഓക്കെ, ഇതൊരു ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. വീട്ടിലിരുന്നോ ജോലി സ്ഥലത്തിരുന്നോ കൊണ്ടോ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മിനിമം ഡ്യൂറേഷൻ വരുന്നത് 3 years ആണ്, മാക്സിമം 6 years ആണ്. ഇത് മീഡിയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇത് പഠിക്കാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ആന്ത്രോപോളജിയാണ്. ഞങ്ങൾ സർട്ടിഫിക്കറ്റിൽ മെൻഷൻ ചെയ്യും ആന്ത്രോപോളജി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് BEd അതുപോലെ ആന്ത്രോപോളജിയിൽ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നു. ഡിസ്ക്രിപ്ഷന് ഇത് ആർക്കൊക്കെ എന്തൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സാധ്യതകൾ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? +2 ആണ്, അല്ലെങ്കിൽ അതിന് തത്തുല്യം. ഫീ സ്ട്രക്ചർ 6300 പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ ആണ്. ഡെവലപ്മെൻറ്റ് ഫീ രജിസ്ട്രേഷൻ ഫീ 700 രൂപയാണ് വരുന്നത്. ടോട്ടൽ 7000 റുപ്പീസാണ് വരുന്നത് ഫസ്റ്റ് ഇയർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഏതെല്ലാം റീജിയൻ സെൻറ്ററിലാണ്, ഏതെല്ലാം സ്റ്റഡി സെൻറ്റേഴ്സിലാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ കേരളത്തിൽ മധ്യഭാഗത്തുള്ളവർക്ക് ഈ 3 കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റഡി സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാം. ഇനി കേരളത്തിൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ളവർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 4-5ഓളം ഈ ഒരു ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതിയാവുന്നതാണ്. നിങ്ങൾ വീടിനടുത്തുള്ള സ്റ്റഡി സെൻറ്ററിനെ ചൂസ് ചെയ്യുന്നത് ഏറ്റവും നന്നാവും. കാരണം നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകാനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അന്വേഷിക്കാനൊക്കെ പറ്റാവുന്ന രൂപത്തിലുള്ള അടുത്തുള്ള കോളേജുകളിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ വടകര റീജിയൻ സെൻട്രൽ ഇത്രയും കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ നമുക്ക് പഠിക്കാൻ കോർ കോഴ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് ഉണ്ട്, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കമ്പൽസറി ഉണ്ട്, സ്കിൽ എൻഹാൻസ്മെൻ്റ് ഉണ്ട്, ജനറിക് ഇലക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഓരോ കോഴ്സിനുമുള്ള ക്രെഡിറ്റ് ഉണ്ട്. ക്രെഡിറ്റ് എന്താണ് അറിയാത്തവർ, ക്രെഡിറ്റ് സിസ്റ്റം ഇഗ്നോയിൽ അറിയാത്തവർ അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് കോഴ്സ് നോക്കാം. അപ്പോൾ ഇത് ആന്ത്രോപോളജി ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ആന്ത്രോപോളജിയിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് അതിൻ്റെ കോഴ്സുകളൊന്ന് നോക്കാം. സോ ബിഗിൻ. അപ്പോൾ ആന്ത്രോപോളജിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് BANC 101 തുടങ്ങിയിട്ടുള്ള കോർ കോഴ്സുകളാണ്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് BANC 101 മുതൽ BANC 104 വരെയാണ് പഠിക്കാനുള്ളത്. ഇത് കോർ കോഴ്സാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആന്ത്രോപോളജിയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളാണ്. പിന്നെ നിങ്ങൾക്ക് എബിലിറ്റി എൻഹാൻസ്മെൻറ്റിൽ ഒരു BEVA 181 എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് എൻവിറോൺമെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. 1 2 3 4 5 6 7 8 9 സബ്ജക്റ്റുകളിൽ നിന്ന് ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് 103 മുതൽ 104 വരെ കമ്പൽസറി ആണ്. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ എന്ന് തിരഞ്ഞെടുക്കാം. BEGI 182 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും BHDI 182 എന്ന് പറഞ്ഞാൽ ഹിന്ദിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ്, നിങ്ങൾക്ക് പഠിക്കാവുന്ന ലാംഗ്വേജ് നിങ്ങൾ തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഇലക്റ്റീവും തിരഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് ഫസ്റ്റ് ഇയറിലെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തിയാക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്തും BANC 105 മുതൽ BANC 110 വരെയുള്ള കോഴ്സുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് എന്താണ് ഓൾറെഡി നമുക്ക് കോർ കോഴ്സാണ്, അത് നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. പിന്നെ ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. ഇതാ 2 ഇലക്റ്റീവ് കോഴ്സാണ്. ഈ ഒരു കോളത്തിൽ നിന്നും ഈ ഒരു കോളത്തിൽ നിന്നും ഇങ്ങനെ 2 ഇലക്റ്റീവ്സ് നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിൽ നിന്നും ഈ 2 കോളത്തിൽ നിന്നും എന്ത് ചെയ്യാം, ഓരോ ഇലക്റ്റീവ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് ഇയറിൽ വരുന്ന സമയത്ത് BANC 111 മുതൽ എന്താണ് BANC 114 വരെയുള്ള ഇത്രയും കോർ കോഴ്സുകളും അതുപോലെ ഇത്രയും സബ്ജക്റ്റുകൾ ഈ 6 സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇലക്റ്റീവായിട്ട് ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് 2 സബ്ജക്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതായത് BANE 141 അതുപോലെ 143 147 അതുപോലെ തന്നെ 144 15
ഫോർ BSOE 144. ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും 2 മാത്രം തിരഞ്ഞെടുത്താൽ മതി. ഇനിയൊരു കോഴ്സ് എന്താണ്, ഇതൊക്കെ ഒരു കോഴ്സിൻ്റെ ഈ ഒരു സബ്ജക്റ്റുകളുടെ കോഡാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇത് എന്ത് ചെയ്യുക, ഈ കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ക്രോമിൽ വന്നതിന് ശേഷം ടൈപ്പ് ചെയ്യുക. ദെൻ ഇഗ്നോ എന്നുകൂടി അഡീഷണലി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഗ്നോയിലുള്ള ഈ ഒരു കോഴ്സിൻ്റെ നെയിം വരും. അപ്പോൾ BNC എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബയോളജിക്കൽ ആന്ത്രോപോളജി എന്നാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സൈറ്റ് ചിലപ്പോൾ ബിസിയാണ്, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലോട്ട് എന്ത് ചെയ്യും, പോവും. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇഗ്നോയുടെ സൈറ്റ് ചെറിയൊരു ബിസി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇഗ്നോയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ കൂടുതൽ സബ്ജക്റ്റുകളെ കോഴ്സുകളെ കുറിച്ച് ഇഗ്നോയുടെ അപ്ഡേറ്റ്സിനെ കുറിച്ചൊക്കെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.